everyone. ഞങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്പ് ട്രിപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ റിയാദിൽ നിന്ന് വരുമായിരുന്നു ദുബായ് വഴി. ഇപ്പോൾ ഞങ്ങൾ മിലാനിലാണ് ആദ്യം എത്തുന്നത്. ഇപ്പോൾ മിലാൻ ലാൻഡിംഗ് ആണ്. ഫ്ലൈറ്റിൽ നിന്നാണ് ഞാനത് കാണിക്കുന്നത്. മിലാൻ ലാൻഡ് ചെയ്യുന്ന അവിടെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഡേ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നോളാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ നാട് പോലെ തന്നെ നിറയെ പച്ചപ്പുള്ളൊരു സ്ഥലമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഞങ്ങൾ താഴെ മുട്ടാൻ പോകുന്നു. ഞങ്ങളിവിടെ മിലാനിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. എൻ്റെ മോളും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. Baba, after dinner, then you want to have good wine. You keep it. It's okay. How will you do this? Nice beautiful place. You want to have some good wine after this? After dinner, ഇവിടെ എല്ലാവരും റെഡ് വൈൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ. എനിക്കൊരു ഗ്ലാസ് തന്നിട്ടുണ്ട് പിള്ളേർ. അവരവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസമുള്ളൂ പിള്ളേർ ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞ് അവർ വേറെ പോകും, ഞങ്ങൾ വേറെ പോകും. All tell cheers, huh? Yeah. Very nice, huh? ഞാനിവിടെ മിലാനോയിൽ ഒരു ട്രിപ്പിന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന വലിയൊരു ചേർച്ചാണിത്. ചുറ്റിനും മലകളൊക്കെ നിറഞ്ഞ നല്ല ഒരു ചേർച്ച്. കണ്ടോ, നിങ്ങൾക്ക് കാണാം നല്ല പൊക്കത്തിൽ. എത്ര ഹൈറ്റിലാന്ന് നോക്ക്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണേ. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലെല്ലാം വലിയ മലകളാണ്, നിങ്ങൾക്ക് കാണാതെ. ആ മലയുടെ മുകളിൽ കുറച്ച് സ്നോ കാണാം ഇവിടെ. ഞങ്ങളിവിടെ ഒരു ഫേമസ് ചർച്ചിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അധികം ഞാൻ സംസാരിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. ഫേമസ് ഒരു ചേർച്ചാണ് ഇവിടുത്തെ. ഇവിടെ ക്യാൻഡിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കത്തിക്കാം. ഓരോന്നും എടുത്തിട്ട് കത്തിക്കാം. നമ്മുടെ കുർബാന ചൊല്ലുന്ന മദ്ബഹ പോലെയുണ്ട് കണ്ടിട്ട്. വെരി ബ്യൂട്ടിഫുൾ. മുകളിലും എല്ലാം ഒത്തിരി വർക്കുണ്ട് ഇതിൻ്റെ. ഇത് അതിൻ്റെ മെയിൻ മദ്ബഹ പോലത്തെ സ്ഥലമാണ്. അതിൻ്റെ മുകളിലെല്ലാം നല്ല പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ചർച്ച ആയതുകൊണ്ട് ഞാൻ അധികം അതിനെപ്പറ്റി
ഡിസ്ക്രിപ്ഷൻ തരുന്നില്ല, നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഞങ്ങളിപ്പോൾ ഇറ്റലിയിൽ മിലാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. അവിടെ നിന്ന് ഒരു ബെർലീന എക്സ്പ്രസ്സിൽ പോകുന്ന പിക്ചേഴ്സാണ് നിങ്ങൾക്ക്, അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുകയാണ്. കണ്ടോ, ഈ ട്രെയിനിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാം. നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് മൗണ്ടൻ മുകൾ വശം നല്ല ഐസൊക്കെ ഫോം ചെയ്ത് വെച്ചിട്ടുന്ന കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷനും കാണാൻ. ഞങ്ങൾ പോകുന്ന ട്രെയിൻ തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾ ബാക്കിലിരിക്കുന്ന ഫ്രണ്ട് പോർഷനാണത്. ആ പാലത്തിൽ കൂടെ പോകുന്നത്. ഇവിടെ നമുക്ക് താഴെ നല്ല വാലി ഫുൾ കാണാം. ഇപ്പോൾ താഴ്ഭാഗമാണ്. ഞങ്ങളതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നമ്മൾ ആ ഫേമസ് ലേക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് ഞാൻ കണ്ടിട്ട് തന്നെ എനിക്ക് ഫോട്ടോ എടുക്കണോ അതോ നിങ്ങളെ കാണിക്കണോ അതോ എനിക്ക് കാണണോ, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കണ്ട. ഫുൾ ലേക്ക് കാണാം. ഇത് മുകളിലിങ്ങനെ മൗണ്ടൻസും കാണാം നല്ല ഭംഗിയിൽ. നിങ്ങൾക്ക് കാണാവോ? ഡാർക്ക് താനുള്ള ഷെയ്ഡിലാണ്. നിർത്തിക്കോ, സ്റ്റോപ്പ് ചെയ്യാം. സൈഡിലുള്ള വ്യൂ നല്ല ഭംഗിയാണ്. ഒരു സൈഡ് ഫുൾ ലേക്കും മരങ്ങളും, മറ്റേ സൈഡിൽ മലകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും മുകളിലോട്ട്. ഇതാ സ്കൈ കാണാം, വലിയ വലിയ മൗണ്ടൻസ് കാണാം, ലേക്കും കാണാം. നല്ല ബ്ലൂ കളറിലാണ് വാട്ടർ. അതാണ് അതിൻ്റെ പ്രത്യേകത ലേക്കിൻ്റെ. കണ്ടോ, അവിടെ ബോട്ടിങ്ങിനുള്ള സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ട്. നോക്കി എത്ര വീടുകൾ. അതിൻ്റെ കൂടെ നമുക്ക് ലോൺ പോലെ എന്ത് ഭംഗിയായിട്ടാണ് മുകളിലോട്ട്. ഈ ഫോൺ താഴെ പോകുന്ന പേടി എനിക്ക്. ഇപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതിൻ്റെ സപ്പോർട്ടിൽ നിൽക്കണേ, ഈ ജനലില്ല വിൻഡോയുടെ. വാവ്, ഇത് രസം നോക്കിയാൽ അതിൻ്റെ ഇടയിൽ കൂടെ ആ ലേക്കും കാണാം. പൈൻ ട്രീസ്, ഇതെല്ലാം പൈൻ ട്രീസ് അല്ലേ. നമ്മളിപ്പോൾ നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, വീടുകളൊക്കെ ചെറുതായിട്ട് താഴെ കാണുന്നത്. നമ്മുടെ ട്രെയിനിൽ ഇങ്ങനെ കയറി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് വ്യൂ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് താഴോട്ട്. അത് തന്നെ, അത് തന്നെ. എനിക്ക്
horses, yeah. അതേ മഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാം. അതെനിക്ക് പേടിയാണ് അപ്പം ഇങ്ങനെ കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇത് പറന്ന് പോകുന്നു. എനിക്ക് പേടിയാണ്. ഫോൺ പോയെല്ലാം കഴിഞ്ഞു. ബെർണീന എക്സ്പ്രസ്സിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ. ഒരു വന്നത് 3500 സംതിങ്. നമ്മളിപ്പോൾ ടണലിനകത്തോട്ട് കയറാം. നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ശരിക്കും കാണാം. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് ഫ്രണ്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്നൊക്കെ കാണാൻ പറ്റും. ഇത് 122 കിലോമീറ്റേഴ്സ് ഉള്ള ട്രെയിൻ യാത്രയാണ്. മഞ്ഞു മൂടിയ മലകൾ. ഇതാണ് ശരിക്കും മഞ്ഞു മൂടിയ ഐലൻഡ്. അതൊക്കെ ശരിക്കും കാണാം. നല്ല ഐസ് മൂടി കിടക്കുന്ന മലകളാണ്. ഇതിപ്പോൾ ശരിക്കും വിൻ്റർ ആയിട്ടില്ല, അതുകൊണ്ട് അത്രയും മഞ്ഞില്ല. അല്ലെങ്കിൽ നല്ല ഫുൾ സ്നോ ആയിരിക്കും എന്നാണ് പറയുന്നത്. പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ നമുക്കിതേ മഞ്ഞുമല കാണാം. ഇതൊക്കെ സിനിമയിൽ ഇംഗ്ലീഷ് മൂവീസിലൊക്കെയാണ് കണ്ടേക്കുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ വന്നേക്കാണ്. വലിയ കപ്പലണ്ടിയാണ്. വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്.
ആ ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കായിരുന്നു. ദിസ് വൺ. ഇതിൻ്റെ വിലയൊക്കെ നോക്കട്ടെ ആദ്യം. ഇതാ എന്ത് നല്ല ചോക്ലേറ്റ്സാണ്. സ്വിസ് ചോക്ലേറ്റ്സ് ഭയങ്കര ഫേമസ് ആണ്. ഒരു ടേസ്റ്റ് ചെയ്യാൻ തരും. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവർ ടേസ്റ്റ് ചെയ്യാൻ തരും. And 2 round, yeah. And in a bag, 2 ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ, പക്ഷേ വീഡിയോസ് അത്രയും കിട്ടുന്നില്ല. റോഡ്സിൻ്റെ താഴോട്ട് കാണാം നിങ്ങൾക്ക് റോഡ്സ്. ഇവിടെ എല്ലാം മൗണ്ടൻസും കാണാം മുകളിൽ. കണ്ടോ, നമ്മളത്രയും മുകളിൽ നിന്നാണ് താഴോട്ട് ഇറങ്ങി വരുവാണ്. സൺസെറ്റായി, ഇവിടെ ഈവനിങ് ആയി. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ റൂമിലേക്ക്. ഇന്നത്തെ ദിവസത്തെ കഴിഞ്ഞു.